കാഴ്ച വാങ്ങാൻ തിരുമേനിയെഴുന്നള്ളും സമയമായി സുപ്രാടം തോക്കുന്നു ചിത്തിരിപ്പൊരുക്കി ഓടിലുണ്ടുടുക്കം കൊണ്ടോടി നടക്കുന്നു കമലപാലനാമലക്കിലേ തിരുവോണപ്പുലരിതൻ തിരുമീ കാഴ്ച വാങ്ങാൻ തിരുമേനിയെഴുന്നള്ളും സമയമായി ഹാപ്പി ആയിട്ട് നിൽക്കൂ ഒരു ഓക്കെ ഓക്കെ വീഡിയോ ആണോ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മറ്റേ നോക്കിയാ മൂവിങ് ആയിട്ട് വിചാരിച്ചാ അങ്ങനെയൊക്കെ ഇരുന്നോട്ടാ യെസ് യെസ് മൂവിങ് ആയിട്ട് വെക്കാം യെസ് ഓക്കെ 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 താങ്ക് യു പോണ്ട ഓണാശംസകൾ എല്ലാവർക്കും. ഇവിടെ തന്നെ ഈ നേരത്തെ ഇത്രയും ആൾക്കാർ വന്നത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇന്നത്തെ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ സഹോദരിമാരും ഇത്ര നല്ലൊരു പൂക്കളത്തിന് അവർക്ക് വളരെ നല്ലൊരു ഗൈഡ് കൊടുത്തു എല്ലാവരും കൂടി. ഇവിടെ വന്നിട്ടുള്ള ഡോക്ടർ നന്ദകുമാർ, അവന്മാരിട്ടുന്ന ബാക്കിയുള്ള നമ്മളുടെ വിശിഷ്ടാതിഥികൾ, നമ്മളുടെ മെമ്പേഴ്സ്, അവന്മാരിട്ടുന്ന മെമ്പർഷിപ്പ് ഫോക്കസ് ക്ലബിൻ്റെ ബാക്കി എല്ലാ ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടികൾ നടത്തുന്നതിനായിട്ട് പ്രസിഡന്റിനെ ബാക്കിയാണ്.
പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് പ്രത്യേകിച്ച് ഹോമിയോപ്പതി രംഗത്ത് വിദേശ രാജ്യങ്ങളിൽ തന്റേതായ ചികിത്സയിലൂടെ ശ്രദ്ധേയനായി മാറിയിട്ടുള്ള ഡോക്ടർ കെ പി നന്ദകുമാറാണ് ഇവിടെ എത്തിയ ഒരു ഗായകൻ എന്നതിനേക്കാൾ ഉപരി ഗായകൻ എന്നത് രണ്ടാമതാണ്. മറിച്ച് വിദേശ രാജ്യങ്ങൾ 40ഓളം രാജ്യങ്ങളിലാണ് അദ്ദേഹം ഇന്ന് ചികിത്സ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ലണ്ടനിലെ ഹയർ ഹോമിയോപ്പതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെയുള്ള PG സ്റ്റുഡൻസിന് ഗൈഡായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന പിന്നെ അതുപോലെ ലോക രാജ്യങ്ങളിലെ ഹോമിയോപ്പതി രംഗത്തെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് തീസിസ് അദ്ദേഹം ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ അവതരിപ്പിക്കുകയും അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമറിനെ കുറിച്ച് അവതരിപ്പിച്ച തീസിസ് 2013 അവതരിപ്പിച്ച തീസിസ് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ വലിയൊരു വാതായനം തന്നെ തുറന്നിട്ടിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ഈ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പഠിച്ച് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് BHMS എടുത്ത് അതിനുശേഷം ജയ്പൂരിലെ പഠനം കഴിച്ച് ലണ്ടനിലെ ഹയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഉപരിപഠനം പൂർത്തിയാക്കിയത്. ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി നിൽക്കുന്ന അവരവർ ജോലി ചെയ്യുന്ന പ്രവർത്തന പദത്തിൽ നിന്ന് പുതിയ കണ്ടെത്തലുകളിലൂടെയാണ് ഡോക്ടർ നന്ദകുമാർ സഞ്ചരിച്ചത്. ആ സഞ്ചാരത്തിന്റെ ആഴം എന്ന് പറയുന്നത് ലോകത്തെ 40 രാജ്യങ്ങളിലാണ് അദ്ദേഹം ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ രൂക്ഷമായ ഒരു സൗഹൃദ വലയം തന്നെ അദ്ദേഹത്തിനുണ്ട്. കേരളത്തിന്റെ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ ആ സൗഹൃദ വലയത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന നന്ദകുമാറിന്റെ മോളുടെ കല്യാണത്തിൽ പിണറായി വിജയൻ അവിടെ എത്തിയത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമായിരുന്നു. ഒരുപക്ഷെ 1960കളിൽ ഹോമിയോപ്പതി രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള കേരളത്തിൽ എണ്ണപ്പെടുന്ന ഹോമിയോപ്പതി രംഗത്തേക്ക് വന്നിട്ടുള്ള കൽക്കത്ത ഹോമിയോപ്പതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ KP പണിക്കർ അദ്ദേഹത്തിന്റെ മകനാണ് നന്ദകുമാർ. ഒരുപക്ഷെ 1960കളിൽ കേരളത്തിലെ 7-8 ഹോമിയോപ്പതി ഡോക്ടർമാരിൽ ഒരാളായിരുന്നു നന്ദകുമാറിന്റെ അച്ഛൻ. പാലക്കാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല പാലക്കാട് നഗരത്തിൽ തന്നെ ഇവിടെ തന്നെ കളിച്ചു വാർന്ന വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വനിതാ ചികിത്സയിലും അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറിലും എല്ലാം തന്നെ തന്റേതായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമായിട്ടുള്ള അദ്ദേഹം ഇന്ന് ഏറ്റവും പ്രശസ്തനായി മാറിയിരിക്കുന്നു പാലക്കാട് നഗരത്തിൽ. ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമായിട്ടും കൽപ്പാത്തി UP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ തൊട്ടപ്പുറത്തുള്ള സമദർശിനി ബാലജനസിക്ക് മലയാള മനോരമയുടെ സമദർശിനി ബാലജനസിക്കത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ സാരഥിയായിരുന്നു KP നന്ദകുമാർ. സ്വാഭാവികമായും അന്ന് സംസ്ഥാന മത്സരത്തിൽ മോണോവാക്ടിൽ 1ാം സ്ഥാനം എനിക്കും അതുപോലെ വയലിനിലാണ് നന്ദകുമാറിന് 1ാം സ്ഥാനം ലഭിച്ചത്. അങ്ങനെ മനോരമയിൽ ആദ്യമായിട്ട് പടം വരുന്നു. പിന്നീട് ആ സമദർശിനി ബാലജനസിക്കത്തിലൂടെ പാലക്കാട് നഗരത്തിൽ ഇവിടെ എത്തുന്ന ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് സൂപ്രണ്ടർമാർ, അതുപോലെ ജഡ്ജിമാർ അവരുടെയൊക്കെ തന്നെ മക്കളെ ഏത് സ്കൂളിൽ ചേർക്കണമെന്ന് അവരിങ്ങോട്ടേക്ക് സ്ഥലം മാറി വരുന്നവർ ചിന്തിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സാംസ്കാരിക സംഘം എന്ന കാര്യത്തിൽ സുഖമായിട്ട് മലയാള മനോരമയുടെ ബാലജനസിക്കത്തിലേക്കാണ് കൊണ്ടുവരിക. അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ KP നന്ദകുമാറാണ്. തീർച്ചയായും പ്രിയപ്പെട്ട നന്ദകുമാർ വേണുഗോപാലിനെ പോലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗായകരുടെ കൂടെയൊക്കെ തന്നെ വേദി പങ്കിട്ടുള്ള ആൾ കൂടിയാണ് ഡോക്ടർ KP നന്ദകുമാർ. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിശിഷ്ട വ്യക്തിയായി എത്തിയിട്ടുള്ള ഡോക്ടർ KP നന്ദകുമാറിനെ അമൃത മെഡിക്കൽ, ചുണ്ണാമ്പത്തറയിലെ അമൃത മെഡിക്കൽ നമുക്കറിയാം. പക്ഷേ അമൃത മെഡിക്കലിൽ ഒരു സാധാരണ ഹോമിയോ ഡോക്ടർ അല്ല ഡോക്ടർ KP നന്ദകുമാർ. ഒരുപക്ഷെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരുപാട് തീസിസ് അവതരിപ്പിച്ചിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ നന്ദകുമാർ. ഈ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം ഗാനരംഗത്തും ചെയ്യുകയായിട്ട്. തീർച്ചയായും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ KP നന്ദകുമാറാണ്. ഓണത്തിന്റെ ഈ ഒരു മുഹൂർത്തത്തിൽ, ആഹ്ലാദകരമായ മുഹൂർത്തത്തിൽ സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒക്കെ പ്രതിരൂപമായിട്ടുള്ള ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരുപക്ഷെ ഒരു സമാന മനസ്സോടുകൂടി ഒരുപക്ഷെ മഹാബലിയുടെ ഏറ്റവും മഹനീയമായ മന്ത്രമോതുന്ന ഈ സുദിനത്തിൽ, ഈ മുഹൂർത്തത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ KP നന്ദകുമാറാണ്. അദ്ദേഹം പാടുകയും ചെയ്യും. തീർച്ചയായും പ്രിയപ്പെട്ട നന്ദകുമാറിനെ ഞാൻ സ്നേഹപൂർവ്വ വേദിയിലേക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാരവാഹികൾക്ക് ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദാസൻ ഇങ്ങനെയൊരു സംഗമത്തിന് വരാനും അതിൻ്റെ ഒരു ഭാഗമാകാനും സാധിച്ചതിൽ വളരെ വലിയ മനോഹരമാക്കി എല്ലാവർക്കും മാവേലിക്ക്